ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇജിയാസിൻ്റെതേ ഈ ഒരു ഇൻ്റർകോം നമ്മൾ ഈ ഒരു ഹെൽമെറ്റിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചത്. ഞാൻ ഓൾറെഡി ഇൻ്റർകോം അല്ല, ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ഈ ഒരു ഹെൽമെറ്റിനുള്ളിൽ ഞാൻ മൗണ്ട് ചെയ്ത് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുണ്ട് ഏകദേശം എനിക്കൊരു ഐഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ഈ ഒരു സാധനം ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ഹെൽമെറ്റിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ബിൽമോളയുടെ ഹെൽമെറ്റാണ്. എന്താ അതിൻ്റെ പേര്? ബിൽമോള റാപ്പിഡോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു ഡിസൈൻസ് കണ്ടാൽ മനസ്സിലാവും. കുറച്ചൊരു യൂണിക് മോഡലാണ്. മീൻസ് അധികം ഐറ്റംസ് ഒന്നും ഇറങ്ങിയില്ല, എന്നാലും അധികം ഇറങ്ങിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നാലും ഒരുപാട് എണ്ണം റോട്ടിൽ ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ഈ ഒരു സാധനം വരുന്നില്ല. അപ്പോൾ കൈൻഡ് ഓഫ് യൂണീക്കാണ്. നോക്കാം. അതെ, ഈ ഒരു ഇത് ഞാൻ ഊരിയതിൻ്റെ ശേഷം കാണിച്ചു തരാം. ഞാൻ എവിടെയാണ് ലോക്ക് അൺലോക്ക് ചെയ്തതെന്നുള്ളത്. ഹെൽമെറ്റിൻ്റെ അകത്തൊരു ലോക്ക്സ് വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ? ഇതേമാതിരി ബട്ടൺ പ്രസ് ലോക്കാണ്. രണ്ടെണ്ണം ഉണ്ട്. ഒരു എന്താ പറയുക, സ്റ്റിക്കർ സ്ട്രാപ്പും ഉണ്ട്. അപ്പോൾ ഞാൻ അതും റിമൂവ് ചെയ്തു. കുറച്ച് ഓൾഡാണ്, ഏകദേശം 5-6 കൊല്ലത്തോളമായി. അതാണ് ഈ ഒരു ചെറിയ ചെറിയ മാർക്കിങ്സൊക്കെ. പിന്നെ ഇതേ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇവിടെ രണ്ട് സ്ഥലത്താണ് അത് ലോക്ക് ചെയ്ത് വെക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ബ്ലൂടൂത്ത് വരിക. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു മണ്ടത്തരം. അത് ഞാൻ എൻ്റെ വേറൊരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. സെയിം പ്രോസസ്സ് നമ്മൾ ഈ ഒരു സൈഡിലും ചെയ്യുന്നുണ്ട്. രണ്ടെണ്ണം എടുത്ത് കളഞ്ഞു. ഇനി നമ്മുടെ ഈ ഒരു മിഡിൽ വരുന്ന ഈ ഒരു കുഷ്യനെ നമ്മൾ എടുത്ത് കളയുകയാണ്. പിന്നെ വയറിങ് ഒക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാട്ടോ. പല ഹെൽമെറ്റിൽ പല മാതിരി ആയിരിക്കും. നിങ്ങൾ ഏകദേശം ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ഹെൽമെറ്റ് ഏതാ വെച്ചാൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ച് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഇരുന്ന് ഊരിയിട്ടുണ്ടാവും. വല്ല ക്ലീനിങ്ങിനോ അങ്ങനത്തെ എന്തെങ്കിലും പർപ്പസിനോ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ കുറച്ചൊരു ഈസിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വൈസറും കൂടി ഒന്ന് ഊരുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഷെൽഡ് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. നല്ലൊരു സ്ട്രാപ്പൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ ബാക്കത്തെ കുഷ്യനൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ച് വരുന്നത്. നമുക്ക് ഇൻ്റർകോം ടിയർ ഡൗൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ഐറ്റം. നമ്മുടെ ഈ ഒരു ആൻറ്റിന് ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അത് ഇൻ്റർകോമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ജിഎസിൻ്റെ തന്നെ ഇൻ്റർകോമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. വെറുതെ പൊന്തിച്ച് വെച്ചേക്കേണ്ട കാര്യമില്ല. FM റേഡിയോ ഒക്കെ ഇതിൻ്റെ മുന്നത്തെ മോഡൽസിൽ വന്നായിരുന്നു. ഈ ഒരു മോഡൽസിൽ FM റേഡിയോ വരുന്നില്ല. അപ്പോൾ നമുക്ക് എവിടെ വെക്കാം? മുന്നിലേക്ക് വെക്കണോ ബാക്കിലേക്ക് വെക്കണോ? ഏകദേശം ഈ ഒരു സൈഡ് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട് കാഴ്ചയിൽ, അല്ലേ? ഷോൾഡറിന് തട്ടും ചിലപ്പം. പക്ഷെ മുകളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ വൃത്തിയാടാവും. എന്താ വെച്ചാൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ വയേഴ്സ് ഇങ്ങനെ പോകുന്നതിനുണ്ട് വലിയ വൃത്തിയായിട്ട് താന്നില്ല. നോക്കാം. നമ്മുടെ ഇൻ്റർകോം അവിടെ വെച്ചു. ബോക്സും കാര്യങ്ങളൊക്കെ തൽക്കാലം മാറ്റി വെക്കുകയാണ്. യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവരുടെ വാറൻറ്റിയുടെ ആണെന്നുണ്ട്. ആഫ്റ്റർ സെയിൽ സർവീസ് കാർഡാണ്. എന്ന് കുറേ എന്താ പറയുക, റൂൾസ് അല്ല, കുറേ കാര്യങ്ങൾ അതിലൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാറൻറ്റി കട്ടാവാണ്ട് നിൽക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്താലാണ് വാറൻറ്റി പോവുക, എങ്ങനത്തെ വാറൻറ്റീസാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിലുണ്ട്. വേണ്ടി ഒരു ഫോട്ടോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ അവരുടെ ഒരു യൂസർ മാനുവലാണ്. ഇതൊരു 10-20 ലാംഗ്വേജിൽ അവരിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആകെ ഈ ഒരു 2 പേജ് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് ഈ ഒരു സൈഡിലുണ്ട് നമ്മുടെ എല്ലാം Q8 എന്ന് പറഞ്ഞ മോഡലിൻ്റെ കംപ്ലീറ്റ് പെയറിങ്ങും അതേമാതിരി ഓപ്പറേഷൻസിൻ്റെ ഒക്കെ മാനുവൽ. അപ്പോൾ എങ്ങനെയൊക്കെ അതിൻ്റെ ഷോർട്ട് കട്ട്സ് എന്തൊക്കെയാണുള്ള, കീസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഇതിലുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കണം. പിന്നെ ഇതതിൻ്റെ ജസ്റ്റ് ഒരു എന്താ പറയുക, ബ്രാൻഡിൻ്റെ ഒരു എന്താണിത്, ബ്രാൻഡിൻ്റെ എന്തോ ഒരു ഇത്, അതുപോട്ടെ. അപ്പോൾ നമ്മുടെ ഇൻ്റർകോം QC പാസ്ഡ്. ഇവിടെ നമുക്കൊരു LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. വോളിയം ഡൗൺ ബട്ടൺ, വോളിയം അപ്പ് ബട്ടൺ, സെൻട്രലുള്ളൊരു പവർ ബട്ടൺ, കോൾ ആൻസർ ബട്ടൺ, അങ്ങനത്തെ ഒരു ബട്ടണാണ്. ഇത് മെഷ് ബട്ടണാണ്. നമുക്ക് അതർ ഇൻ്റർകോമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഇത് മൗണ്ട് ചെയ്യുന്നത് മാത്രം നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇൻ്റർകോം അവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഐറ്റംസ്, ഈ ഒരു സാധനമാണ് നമ്മുടെ ഹെൽമെറ്റിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സാധനം സൈഡിൽ കൂടെ അങ്ങനെ കയറ്റിയിടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇനിയിപ്പോൾ അങ്ങനെ വെക്കാൻ പറ്റാത്ത ഹെൽമെറ്റ് ആണെങ്കിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റും. ഈ ഒരു സാധനം എന്താ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ.
നമുക്ക് ഏതാ വെക്കാൻ പറ്റുക എന്നുള്ളത് നോക്കി വെക്കാം കൂടുതലും. ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഞാനെടുത്ത് പുറത്തേക്ക് ഇട്ടു. ഇത് നമ്മുടെ സ്റ്റിക്കേഴ്സാണ്, നമ്മുടെ ഈ ഒരു സ്പീക്കർ ഒട്ടിച്ച് വെക്കാനുള്ളത്. എന്തോ ഭാഗ്യത്തിന് അവിടെ ഒരു ഇത്തിരി സ്പേസ് ഞാൻ വെച്ചിട്ടുണ്ട്, അല്ല അവിടേക്ക് ഇറക്കി വെക്കാൻ പറ്റും. ഞാൻ ആ തെർമോക്കോൾ കുറച്ചും കൂടി കട്ട് ചെയ്തിരുന്നെങ്കിൽ പണി പാളിയാനെ. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കയറ്റിയിടാൻ നോക്കുകയാണ്. കാണുന്ന മാതിരിയല്ല, കുറച്ച് പണിയുണ്ട്, പക്ഷെ നടക്കും. അതിന് മുന്നേ ഇങ്ങനത്തെ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ പോകാനുള്ള സ്പേസ് ഉണ്ടാവുമോ? സ്പേസ് ഉണ്ട്. കുറച്ച് മുന്നിലേക്ക് ആക്കി കഴിഞ്ഞാൽ ആർഭാടാവോ? ഇവിടെ നോക്കാം. ഫാന്റാസ്റ്റിക്. നമ്മുടെ ബിൽമോള കഴിഞ്ഞ് നിൽക്കുന്നോടത്ത് ഈ സാധനം നമ്മളിതാ കയറ്റിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഇറങ്ങുമെന്നുള്ളത് നോക്കി നോക്കാം. ഓ മാൻ, സംഭവം ഫിക്സ് ആയി. നോക്ക്, ഈ ഒരു ലുക്ക് ഉണ്ടാവും. ഇതിൻ്റെ മുകളിൽ ഈ ഒരു സുനാപ്പിടിയും കൂടി തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ലുക്ക്. കൊള്ളാമല്ലേ? ഇങ്ങനെ ഉണ്ട് ഏകദേശം ലുക്ക് കിട്ടപ്പോൾ. നമുക്കിത് ഏകദേശം ഓക്കെയാണ്. ഈ ഒരു ഐറ്റം കറക്റ്റ് അതിനുള്ളിൽ സ്ലൈഡ് ചെയ്ത് നിന്നപ്പോൾ കുറച്ചൊരു വൃത്തിയൊക്കെ ഉണ്ട്. പക്ഷേ ആ സൈഡിൽ സ്ക്രാച്ച് വരാണ്ടിരിക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രിവെൻഷൻ ഞാൻ ചെയ്തില്ലെങ്കിൽ വിഷയമാണ്. അപ്പോൾ അതിപ്പോൾ തന്നെ ചെയ്തേക്കാം. ഇനി പിന്നത്തേക്ക് വെച്ചിട്ട് ആ ഒരു സീനാക്കണ്ട. അപ്പോൾ ഞാൻ ചെറിയൊരു ടാപ്പ് ഒപ്പിച്ചിട്ട് ഇപ്പോൾ തന്നെ വരാം ഗൈസ്. അപ്പോൾ അങ്ങനെ നമുക്ക് 2 സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഒഫീഷ്യൽ ഗോപ്രോൻ്റെയാണ്. ഇത് ഒട്ടിക്കണോ അതോ ഈ ഒരു ചെറുത്, ഇതൊരു നമ്മളെ HJ മിനി ലൈറ്റ് ഇല്ലേ, അത് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയാണ്. എന്താ LIUHJG എന്ന് പറഞ്ഞിട്ട് അവരുടെ ചൈനീസ് ബ്രാൻഡിൻ്റെ നെയിമാന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു സ്റ്റിക്കർ വെച്ചാൽ മതി, അതിനുള്ള സ്ഥലം എനിക്ക് അവിടെ പോയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് വെക്കാം. നമുക്ക് വെറുതെ ഗോപ്രോനെ പിണക്കണ്ടല്ലോ. ഈ ഒരു സ്റ്റിക്കർ കറക്റ്റായിട്ട് ഞാൻ അതിനടിയിലേക്ക് സ്ലൈഡ് ചെയ്തിട്ട്, അയ്യോ ഇത് വിചാരിച്ചില്ല, കുറച്ച് ടൈറ്റാണ്, വലിച്ച് പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങ് ഒട്ടിക്കാനുള്ള പ്ലാനാണ്. ഒട്ടിച്ച് കളയാം. വേറെ ഒന്നും ഉണ്ടല്ലോ അവിടെ. എന്താ പറയുക, നമ്മളെന്തായാലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ പൊടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പം എങ്ങാനും ആ പൊടി ഇങ്ങനെ അവിടെ പോയി നിൽക്കും. ഈ ഒരു ഹെൽമെറ്റിൻ്റെ മുകളിൽ ആ ഒരു സ്റ്റിക്കർ ടച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത്. ശേഷം നമ്മൾ ഈ ഒരു എൻ്റർകോം നമ്മുടെ ഷോൾഡർ തട്ടിയിട്ടോ കൈ തട്ടിയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിച്ച് കഴിഞ്ഞാൽ കൂടുതൽ വഷളാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നാളെ ആവുമല്ലോ ബാക്കി. ഓക്കെ, കിട്ടി ഗായ്സ്. അതിൻ്റെ മുകളിൽ പറ്റിപ്പോകാണ്ട് നിന്നാൽ മതി. ഓക്കേ, നമ്മളത് അതവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ടച്ച് ചെയ്യുന്ന ഭാഗം കറക്റ്റായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹെൽമെറ്റിൻ്റെ മുകളിൽ സ്ക്രാച്ചസ് ഒന്നും വീഴ്ത്താനുള്ള പ്ലാൻ ഇല്ലാത്തതിനോണ്ടാണ്. എന്താ വെച്ചാൽ എനിക്ക് ഇനി ഒരു 10 കൊല്ലം കൂടി ഈ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്യണം. എങ്ങനെയുണ്ട്? അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞു. നമ്മുടെ ഈ ജിയാസിൻ്റെ സ്ലൈഡ് ചെയ്ത് അവിടെ ഇറക്കി. ഓക്കെ, നൈസ് ആൻഡ് ലുക്ക് കൊള്ളാം. ഇനി നമുക്ക് മൈക്കും അതുപോലെ ഈ ഒരു സ്പീക്കേഴ്സ് ഒക്കെ ഒന്ന് ഒട്ടിക്കാം. ഈ ഒരു സ്പീക്കറായാലോ, ഈ ഒരു സ്പീക്കറൊക്കെ കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഒരു മാറ്റാൻ പറ്റത്തില്ല. അതായത് പ്രശ്നം എന്താ വെച്ചാൽ ഇത് നമ്മൾ ടാപ്പ് ചെയ്ത് ഒട്ടിച്ച് വെക്കുന്ന സാധനമാണ്. 2 മൈക്ക് നമുക്ക് ഇതിനോട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നത് ഈ ഒരു മെറ്റൽ ഫ്രെയിം വരുന്ന സാധനം. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, ഇവിടെ ഒരു പാത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. നമുക്കത് തന്നെ ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കത് തന്നെ ചെയ്യാം. അതിൻ്റെ വയേഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഇതും ഒട്ടിക്കലാണല്ലോ ഗൈസ്, ഇതും ഒട്ടിക്കലാണ് ഗൈസ്. ഇത് നമ്മളങ്ങനെ ഇതിലൂടെ കൊണ്ടുവരും. അങ്ങനത്തെ ഒരു സ്പേസാണുള്ളത്. പ്ലാൻ ചേഞ്ച് കേട്ടോ.
നമുക്ക് ഈ ഒരു മൈക്ക് തന്നെയാണ് ബെറ്റർ. ഇത് നമ്മൾ ഒട്ടിക്കാനുള്ളത് നമ്മൾ ലാസ്റ്റ് ഒട്ടിക്കും. ജസ്റ്റ് വയേഴ്സ് ഇങ്ങോട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. സ്പീക്കേഴ്സിന് തുടങ്ങാം. ഇതിൽ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ മാർക്കിങ്ങും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അത് പെർഫെക്റ്റ് ഫിറ്റാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മുന്നേ ഈ ഒരു സ്റ്റിക്കർ ഇതിനുള്ള മറ്റേ സൈഡ് ഒന്ന് ഒട്ടിച്ചോട്ടെ. ഓ നൈസ്. ഇത് നമ്മളവിടെ ഒട്ടിക്കണം. കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നിന്നാൽ മതി. ബാക്കി കിട്ടി. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശയാണ് കേട്ടോ. തൊടുമ്പോൾ തന്നെ അറിയാണ്ട്. ഓക്കെ, നമ്മളൊന്ന് അവിടെ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സ്പീക്കേഴ്സ് അതിനുള്ളിലേക്ക് ഇറക്കി അങ്ങോട്ട് വെക്കാൻ പോവാണ്. വെച്ചു ഒണീസ്. ഓക്കെ, അപ്പോൾ ഈ വയേഴ്സ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു ഗ്യാപ്പ് ഓൾറെഡി ഈ ഒരു ബിൽമോയുടെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതിൻ്റെ കട്ടിങ് മാത്രം അല്ലാണ്ട് കേട്ടോ. അത് കുറച്ചുകൂടി ഹെൽപ്പായി. ഇനിയിപ്പോൾ രണ്ടാമത്തത് സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരുവിധം എല്ലാ ഇൻ്റർകോമിനും ഇതേമാതിരത്തെ പ്രോസസ്സ് തന്നെയാണ് വരിക ഈ ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇൻ്റർകോമിൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഏകദേശം ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഒരു പകുതി മുക്കാലോളം മനസ്സിലാവും. ഞാൻ എൻ്റെ കയ്യിലൊരു പഴയ ഹെൽമെറ്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഗോപ്രോ കാര്യങ്ങളൊക്കെ മൗണ്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ വെച്ചാൽ ഇപ്പോൾ നന്നായെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ പെട്ടെന്ന്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റിക്കറും ഞാനിത് ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞു ഗായ്സ്. ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്പീക്കർ. അതും ഈ പറഞ്ഞ മാതിരി വയർ അവിടെ നിന്ന് ഇറങ്ങാനുള്ള ആ ഒരു ഹോള് കറക്റ്റാക്കി ഞാൻ അതിലേക്ക് ഇറക്കി വെച്ച്. ഓക്കെ, അപ്പോൾ അതെ നമുക്ക് അതുവരെ ഈ ഒരു ഇജിയാസിൻ്റെ നേരത്തെ താഴത്ത് വെക്കാം. ഇതിന് പേര് കറക്റ്റ് എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല കേട്ടോ. ഇജിയാസിനൊക്കെയാണ് ഞാൻ വിളിക്കുന്നത്, ഉള്ളതായിരിക്കും. അപ്പോൾ രണ്ട് സ്പീക്കേഴ്സ് അവിടെ. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ കോഡ് വയർ. ഈ ഒരു വയർ ഇവിടെ നിന്നാണ് ഇങ്ങനെ ഇറങ്ങിപ്പോണത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് നമ്മുടെ ഈ ഒരു കുഷ്യൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഇവിടെ വരും. അപ്പോൾ നമുക്ക് വയറിങ് ഇങ്ങനെ ഇടാം. കുറച്ചിങ്ങനെ ആക്കിയിടാം. അല്ലല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ അതെന്തായാലും ചെയ്യാം. അപ്പോൾ അതിന് പിന്നെ നമുക്കത് ഇതിനുള്ള 3 കണക്ഷൻസാണുള്ളത്. 2 ഇതേമാതിരി ഒരു ഫീമെയിൽ കൺട്രോ, ഒന്നൊരു മെയിൽ കൺട്രോ. മെയിൽ കൺട്രോ നമുക്ക് മൈക്കിലേക്ക് പോകുന്നതാണ്. ഫീമെയിൽ കൺട്രോ ഒന്ന് നമുക്ക് ഒരു സ്പീക്കർ കണക്ട് ചെയ്തു. നീളം കൂടി ഒന്നുണ്ട്, അത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ളത്, അതും കണക്ട് ചെയ്തു. വയറിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ലെങ്ത്താണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. തലയ്ക്ക് വേദനയൊന്നും വരാത്ത രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. കുറച്ചും കൂടി ടാപ്പ് കാര്യങ്ങൾക്ക് ഇവർ കൊടുക്കായിരുന്നു. നമ്മൾ ചെറിയ ടാപ്സ് ഇല്ലേ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വയേഴ്സൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ടാപ്പ് ചെയ്ത് ആ ഒരു വഴി കറക്റ്റാക്കി വെക്കാമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പശ എന്തെങ്കിലും ഞാൻ യൂസ് ചെയ്യേണ്ടി വരും. എക്സ്ട്രാ ഈ 2 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ ഹെൽമെറ്റിലേക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതിന് ആവശ്യം വരും. അപ്പോൾ അതിനോട് ഞാൻ അതെടുത്ത് തൽക്കാലാക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ആ വയേഴ്സ് അങ്ങനെ. ഇനി നമുക്ക് നമ്മുടെ ഇൻ്റർകോമിലേക്കുള്ള വയർ ഇതേവിടെ. ഇത് നമ്മുടെ മൈക്കിൻ്റെ വയറും. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വെച്ചേക്കാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു കുഷ്യൻ ഈ ഒരു സൈഡത്തെ ബാക്കത്തെ കുഷ്യൻ തിരിച്ച് അതേമാതിരി ഇടാം. മൈക്ക് നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എവിടെ എങ്ങനെ വെക്കണം എന്നുള്ളത്. ഇത് ഫ്രണ്ടിലാണോ ബാക്കിലാണോ? ബാക്കിൽ. തെറ്റിച്ച് ഇവിടെ വരുന്നതല്ല, ഇതിൻ്റെ സ്ഥാനം വഴിയല്ല.
പറ്റിക്കപ്പെട്ടു. അപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ കറക്റ്റായിട്ട് ഇട്ടു. ഇനി നമുക്കിത് ഈ ഒരു ഫ്രണ്ട് സൈഡ് ഈ 2 കൈകളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. സ്പീക്കേഴ്സ് അവിടെ ഉണ്ട്, സേഫാണ്, ഇളകി പോയിട്ടൊന്നുമില്ല. ഓക്കെ, അതും ഫിക്സ് ചെയ്തു. ആ വയർ എനിക്ക് ചിലപ്പം ഒരു പാരയാവും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ടാപ്പും കൂടി അതിന് സെറ്റാക്കണം. ഗോപ്രോയുടെ സ്റ്റിക്കേഴ്സ് ഒട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ടാപ്പ് സംഘടിപ്പിച്ചിട്ട് വരാം. ഒരു പൂക്കി ടാപ്പ് കിട്ടിയിട്ടുണ്ട്. തൽക്കാലം നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്ലവറാക്കാം. അയ്യോ, ഇത് ടാറ്റു ആണല്ലോ ഈശ്വര. പറ്റി പിടിച്ച കൈമ പോരോ? ഇല്ല, പോകുന്നില്ല. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് റെഡി. ഇത് നമ്മുടെ ഇൻ്റർകോമിലേക്കുള്ള വയേഴ്സ്, അത് റെഡി. ഇനി ഒന്ന് മാനേജ് ചെയ്യാൻ ഇതിവിടെ അങ്ങനെ നോട്ടോ, കുഴപ്പമില്ല. ഒരു വയർ കൂടി ഉണ്ട്. ഇത് നമ്മുടെ മൈക്കിൻ്റെ വയർ. മൈക്ക് നമ്മളിതേ ഇത് തന്നെ എടുത്തു. നമ്മളിത് ഇവിടെ മൗണ്ട് ചെയ്തു. ഓക്കെ 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 ഇതിൻ്റെ വയറിങ് വയറിങ്ങിന് ഇത്ര നീളം വേണ്ട. കുഷ്യൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഈ സൈഡത്തെ കുഷ്യൻസ് കൂടി ഇടുകയാണ് കേട്ടോ. കട്ടായി പോവോ? ചാൻസസ് ഉണ്ട്. വാട്ട് ഡു വി ഡു? ഇത് വഴി എടുക്കാം. എനിക്ക് ചെവി വേനിക്കും. അപ്പോൾ കുറച്ച് ലെങ്ത്ത് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചിടുന്നുണ്ട്. എന്നിട്ടും കാര്യമില്ലേ, ഇത് വഴി വരത്തില്ലേ? ഇല്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു ഇൻസ്റ്റാളേഷൻ വീഡിയോ പോലും നോക്കിയിട്ടില്ല കേട്ടോ. എനിക്കിതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. ബാക്കിയെല്ലാം ഗോഡിൻ്റെ കൈമല്ലേ. അയ്യോ അയ്യോ. ഓക്കെ 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 ഞാൻ കുറച്ച് ലെങ്ത്ത് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കുന്നുണ്ട്. ഹോപ്പ് ഇറ്റ് ഹെൽപ്ഫുൾ. കട്ടായി പോരുതേ. വാങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, സക്സസ്. അപ്പോൾ അതൊക്കെ നമ്മുടെ മൈക്ക് അങ്ങനെ തൂങ്ങി ആടി കിടക്കുന്നുണ്ട്. നമുക്ക് ഒട്ടിച്ചിട്ട് ബാക്കി സെറ്റപ്പ് ചെയ്യാം.
ഹെൽമെറ്റിൻ്റെ ഒരു ലോക്ക് നമ്മൾ ഇട്ടു, ബാക്കിയുള്ള ലോക്സ് രണ്ടാമത്തെ ലോക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. വയസ്സ് അതിനുള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാഴ്ചയിൽ പുറത്തേക്ക് വയസ്സൊന്നും കാണാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പാർട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സൈഡിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. മൈക്കോ കാര്യങ്ങളോ ഒന്നും വരാത്തതിനുണ്ട്. സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ട്. ഇതൊക്കെ ശരിക്കും ഇവർക്ക് മൈക്കിൻ്റെ വയർ ഈ സൈഡിലേക്ക് ഇടുന്നതായിരുന്നു കുറച്ചുകൂടി ബെറ്റർ. ഇവിടെ കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ്, അതുകൊണ്ടാണ്. ഓക്കെ, സെക്കൻഡ് സൈഡും ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് മൈക്ക് ഇവിടെ വെച്ചിട്ട് മൗണ്ട് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞ ഒരു സ്റ്റിക്കറാണ്. നമ്മൾ കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് സ്റ്റിക്കർ ഇതേ പറിച്ചോടെ ഒട്ടിക്കാൻ പോവാണ് കേട്ടോ. സെൻറ്ററിലായിക്കോട്ടെ. അത് ഒട്ടിച്ച് കഴിഞ്ഞു. അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പായിരുന്നു. അപ്പോൾ അതും തീർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പുറമുള്ള ഈ ഒരു ഷെല്ല് അതും നമ്മുടെ ഇതിലേക്ക് ഇടുകയാണ്. IP67 വാട്ടർ പ്രൂഫാണ് കേട്ടോ ഈ ഒരു ഡിവൈസ്. അതുകൊണ്ട് തന്നെ വെള്ളം, പൊടി ഐറ്റംസ് ഒന്നുമില്ല, നമുക്ക് പ്രശ്നമില്ല. എന്നാലും ഒരു പരിധി വരെ നമുക്കിതിൻ്റെ ഈ ഒരു അടിയിലുള്ള ഈ ഒരു കണ്ടറിനുള്ളിൽ കൂടെ വെള്ളം കയറി കഴിഞ്ഞാലൊക്കെ പണി കാണും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് യൂസ് ചെയ്യണം. IP67 ആണെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെള്ളത്തിലൊക്കെ എടുത്ത് മുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളത് മൗണ്ട് ചെയ്തു. വയർ ഇവിടെ എത്തുന്നില്ലേ, കുറച്ച് വലിയ ഗൈസ്, കുറച്ചുകൂടി പണിയുണ്ട് അതിൻ്റെ മുകളിൽ. ഓക്കെ നമ്മളതും സെറ്റ് ചെയ്തു. വയസ്സ് കുറച്ചും കൂടി ലെങ്ത്ത് ഉള്ളത് നമ്മൾ മടക്കി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുത്തു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മൾ 2 സ്പീക്കേഴ്സ് വെച്ചു. മൈക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണൂല, എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അത് എവിടെയാണുള്ളത് മൈക്ക്. സ്പീക്കേഴ്സ് ഒന്ന് ഇവിടെ ഈ സൈഡിൽ വരും, ഒന്ന് ഈ സൈഡിൽ വരും. ഇനി ഈ ഹെൽമെറ്റ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ റിവ്യൂ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ വീഡിയോസ് മാത്രമാണ് EGS എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. കുറച്ച് ദിവസം യൂസ് ചെയ്യട്ടെ, എങ്ങനെയുണ്ട് നമുക്ക് എൻ്റെ കോളിങ്ങിൻ്റെ സെറ്റിങ്സ് അതേമാതിരി കൂട്ടുകാരൊക്കെ ഒന്ന് വിളിച്ചിട്ട് നോക്കിയോട്ടെ. ഇൻ്റർകോമായിട്ട് കണക്ട് ചെയ്യാൻ എൻ്റെ 2-3 കൂട്ടുകാരുടെ അടുത്തും കൂടി ഇൻ്റർകോംസ് ഉണ്ട്. അവരും കൂടി വിളിച്ചിട്ട് ഒന്ന് സെറ്റപ്പായിട്ട് ഞാനൊന്നൊരു റൈഡ് എന്തെങ്കിലും പോയി നോക്കട്ടെ, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള അതും പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു 1, 2, 3, 4 വീഡിയോസ് ആയിട്ട് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ബാക്കി ഇനി ഈ ഒരു ചാർജിങ് കേബിളും ഈ ഒരു എക്സ്ട്രാ മൈക്കും മാത്രമേ ഉള്ളൂ. ഈ ഒരു എക്സ്ട്രാ മൈക്ക് ഇങ്ങനെ തന്നെ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഒരു സൈഡത്തെ സ്പീക്കർ എടുത്ത് കളയേണ്ടി വരും. എന്ന് വെച്ചാൽ ഈ ഒരു റൗണ്ട് ഇത്ര വലിയ സാധനം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസ് എനിക്ക് അവിടെ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ ഭാവിയിൽ നല്ലൊരു ഹെൽമെറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊരു എക്സ്ട്രാ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് സെറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെറുതെ ഇതൊന്ന് ഓണാക്കി വെക്കാം.
സ്പീക്കർ വർക്ക് ചെയ്തതിൻ്റെ സൗണ്ട് എനിക്ക് ഇവിടെ കേൾക്കാം കേട്ടോ. അത്യാവശ്യം ലൗഡാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ദ ബൈ. പവർ ഓഫ്. കേൾക്കുന്നില്ല. അപ്പോൾ സ്പീക്കേഴ്സൊക്കെ വർക്കിങ്ങാണ്. അപ്പോൾ ഓക്കെ ബൈ.